ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോ ഒക്കെ ഒരു വർഷമാണെന്ന് തോന്നുന്നു പേര് ഒരു കൊച്ച് കമൻറ്റ് ഇട്ടിട്ടുണ്ടായി. ബാഡ് ഓർഡർ പോകാനായിട്ട് എന്താ ചെയ്യാമെന്ന് തോന്നുന്നു. ബാഡ് ഓർഡർ എങ്ങനെയാ അതിനെക്കുറിച്ചിട്ടുള്ളൊരു കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ദുർഗന്ധം, ബാഡ് സ്മെൽ. അപ്പോൾ അതിനെക്കുറിച്ച് ആണ് ആ കുട്ടി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറേ നാളായി അതിനൊരു വീഡിയോ ചെയ്യാൻ കൊച്ചിനോട് പറഞ്ഞിട്ട് ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇപ്പോഴാണ് ഫ്രീ ആയേ. അപ്പോൾ സോറി ടു ലേറ്റ് ആയി. കുട്ടി പിന്നെ എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മെസ്സേജിൽ. അപ്പം ആരായാലും ഒരു കമൻറ്റ് ആയാലും നമുക്ക് അത് നമ്മൾ പറഞ്ഞു കൊടുക്കണമെന്നാണ്. അപ്പോൾ എൻ്റെ അറിവാണ് ഞാൻ പറയുന്നത്, എനിക്കറിയാവുന്നത്. എനിക്കിതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല, എന്നാലും എനിക്കറിയാവുന്ന ഒരു ചെറിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബാഡ് ഓർഡർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ദുർഗന്ധം, നമ്മുടെ ശരീരത്തിൽ വരുന്ന ബാഡ് സ്മെല്ല്. അത് ചിലതൊക്കെ നോർമലാണ്, ചില സ്മെല്ലുകളൊക്കെ നോർമലാണ്. നമ്മൾ വിശക്കുമ്പോൾ വരാം, നമ്മൾ കൂടുതൽ ദൂരം യാത്ര ചെയ്ത് നമ്മൾ ഇട്ട ഡ്രസ്സ് തന്നെ കുറേ നേരം ഇടുമ്പോൾ അങ്ങനെയൊക്കെ കുറേയൊക്കെ നമ്മൾ നോർമലാണ്. അതല്ലാതെ വരുന്നതിനെ കുറിച്ചാണ് നമ്മൾ കൂടുതലും ചിന്തിക്കേണ്ടത്. അല്ലാത്ത പക്ഷം സാധാരണ ഒരു നോർമൽ സ്മെല്ല് നമ്മുടെ സ്കിന്നിനുണ്ടാവും. ഓരോരുത്തർക്കും ഓരോ സ്മെല്ലായിരിക്കും. അപ്പോൾ ഈ ബാഡ് ഓർഡർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മെയിനായിട്ട് ഈ സ്വെറ്റ് പ്ലസ് ബാക്ടീരിയ മിക്സ് ആവുന്നതാണ് ബാഡ് ഓർഡർ. അതായത് നമ്മുടെ ശരീരത്തിൽ നമ്മൾ വിശക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ബാക്ടീരിയ കയറുമ്പോൾ രണ്ടും മിക്സ് ആകുമ്പോൾ വരുന്നൊരു സ്മെല്ലാണ് ബാഡ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നമുക്കിപ്പോൾ ഒരു ബാഡ് ഓർഡർ അല്ലെങ്കിൽ പൊട്ട സ്മെല്ല് നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ നമുക്കതൊരു ഒരു ഷവർ വഴി അത് ക്വിക്ക്ലി റിമൂവ് പോവും ആ സ്മെല്ല്. പക്ഷേ ചിലതങ്ങനെ പോവില്ല. ഇപ്പോൾ ചിലത് നമ്മൾ കുറേ വിശർത്തിട്ട് വരുന്ന സ്മെല്ലായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ കുളിക്കാത്തവരുണ്ടാവും, ഒരു ദിവസം കുളിച്ച് പിറ്റേ ദിവസം കുളിക്കില്ല, അങ്ങനെയുള്ളവർ, ഇപ്പോൾ 2 ദിവസം കൂടുമ്പോൾ കുളിക്കുന്നവർ, മേല് മാത്രം കുളിച്ച് തല കുളിക്കാത്തവർ, അങ്ങനെ പല രീതിക്കുള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും സ്മെല്ല് വരാം. അപ്പോൾ ഫസ്റ്റ് നമ്മളിപ്പോൾ ഈ ഒരു ബാഡ് ഓർഡറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളതില്ലാതൊക്കെ ഫസ്റ്റ് ചെയ്യേണ്ടതാണ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഡെയിലി കുളിക്കുക, നല്ല വൃത്തിക്കും വെളുപ്പിനും കുളിക്കുക എന്നുള്ളതാണ്. പിന്നത്തെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ, നമുക്ക് എന്തെങ്കിലും കുളിച്ചിട്ടും നമ്മൾ എന്തൊക്കെ ചെയ്തപ്പോൾ നമുക്ക് ഈ ഒരു സ്മെല്ല് പോകുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് പരമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, ഹെൽത്ത് കണ്ടീഷൻ ഓക്കെ ആയിരിക്കില്ല. അപ്പോൾ അതെന്താണെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ ഈ സാധാരണ എന്തും ചെയ്തിട്ട് പോകാത്തവർക്ക്, എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻസ് ഓക്കെ അല്ലാത്തവർക്ക് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മാത്രമേ ഈ ഒരു ബാഡ് ഓർഡർ പോവുള്ളൂ, ബാഡ് സ്മെല്ല് പോകത്തുള്ളൂ. അതെന്താണെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള ചിലർക്ക് കൂടുതൽ ഈ ആൽക്കഹോളിക് ആയിട്ടുള്ളവർക്കൊരു സ്മെല്ല് ഉണ്ടാവും, കൂടുതലും സ്മോക്ക് ചെയ്യുന്നവർക്കൊരു സ്മെല്ല് ഉണ്ടാവില്ല, അതായത് എത്ര കുളിച്ചാലും സ്മെല്ല് പോവില്ല, അങ്ങനെയുണ്ട്. പിന്നെ അങ്ങനെ കുറേ നല്ല കഠിനം അധ്വാനിക്കുന്നവർക്ക് ഒരു സ്മെല്ല് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നോർമലാണ്, അതൊക്കെ അവർക്ക് ശരീരത്തിൽ അത് ഉണ്ടാവും. അതിപ്പോൾ ചിലത് എന്ത് ചെയ്താലും പോവില്ല. പുറമെന്നുള്ള എന്താണെങ്കിലും നമുക്കതൊരു ബാത്ത് വഴിയോ അങ്ങനെയൊക്കെ നമുക്ക് ഒന്ന് കുളിച്ചാൽ മാറാവുന്നതുള്ളൂ. പക്ഷേ ഉള്ളിൽ നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ഹെൽത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പോവില്ല. അപ്പോൾ അത് നമ്മൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ചിലർക്ക് വെജൈനൽ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ബ്ലഡ് ഇൻഫെക്ഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഈ ഒരു സ്മെല്ല് വരുമ്പോൾ, അതുപോലെ വയറിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉള്ളവർക്ക്, അങ്ങനെ ഓവർ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ അങ്ങനെ വരും. അപ്പോൾ അതൊക്കെ അത്രേ ഉള്ളൂ. ഇപ്പോൾ ഹെൽത്ത് ഓക്കെ അല്ലെങ്കിൽ അത് ശരിയാക്കി അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അല്ലാത്തവർക്ക് നമ്മൾ ഡെയിലി കുളിക്കുക, നമ്മുടെ ശരീരം മാത്രമല്ല ഔട്ട്സൈഡ് നമ്മളെ ഇരിക്കുന്ന ചുറ്റുവട്ടവും വെളുപ്പിന് സൂക്ഷിച്ചാൽ തന്നെ പകുതി സ്മെല്ലും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം. പിന്നെ പ്രത്യേകിച്ച് ഗേൾസ് ആകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ശരീരത്തിൽ വൃത്തിക്ക് സൂക്ഷിക്കേണ്ട ഭാഗങ്ങളൊക്കെ അതിൻ്റെതായ രീതിക്ക് ക്ലീൻ ചെയ്ത് വൃത്തിക്കും വെളുപ്പിനൊക്കെ സൂക്ഷിക്കാം. അങ്ങനെ പിന്നെ ഒരു നാച്ചുറൽ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഈ ഹെൽത്ത് ഓക്കെ ആയിട്ടുള്ളവരിട്ട, എന്നിട്ട് പുറമെന്ന് ബാഡ് സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉള്ളവരിട്ട കാര്യം പറയണം. നിങ്ങൾ വീക്ക്ലി വൺസ് നിങ്ങൾ ആര്യവേപ്പിൻ്റെ നീം ലീവ്സ്, അതും പച്ചമഞ്ഞളും ചതച്ചിട്ടുള്ള ചൂടുവെള്ളത്തിൽ നിങ്ങൾ ഒന്ന് കുളിക്കാം. അത് ചൂടുവെള്ളത്തിൽ കുളിക്കാൻ ഇഷ്ടമില്ലാത്തവർ അത് രണ്ടും അരച്ചിട്ടുള്ള ഒരു പേസ്റ്റ് വീക്ക്ലി വൺസ് ഒക്കെ ഒന്ന് തേച്ച് കുളിക്കുക. അപ്പോൾ എന്തെങ്കിലും ബാക്ടീരിയൽ ആയിട്ടുള്ള ഇൻഫെക്ഷൻ ഉള്ളവർക്ക് ആ പുറത്തുള്ള ബാക്ടീരിയ ഒക്കെ ഒന്ന് നശിച്ചു പോകും. അപ്പോൾ അങ്ങനെ കുറച്ച് സ്മെല്ലൊക്കെ പോകും. പിന്നെ ഈ പറഞ്ഞ പോലെ മൗത്ത് ഓർഡർ, നമുക്ക് വായനാറ്റം ഉള്ളവരുണ്ടാവും. എന്ത് ചെയ്തിട്ടും വായനാറ്റം പോകാത്തവരോട് എനിക്ക് ഒന്നേ പറയുള്ളൂ, നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. കൂടുതലും വയറിൽ എന്തെങ്കിലും മോശം പോകാനുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ വയറിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ആയിരിക്കാം ഡെയിലി മോഷൻ പോകാത്തവരൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്കും, പിന്നെ അല്ലാതെ എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻ ഓക്കെ അല്ലാത്തവർക്കൊക്കെ ആയിരിക്കും സ്മെല്ല് വരിക. അതുപോലെ തലയ്ക്ക് എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുള്ളവർക്കും ഈ പറഞ്ഞ പോലെ സ്മെല്ല് വരാം. പിന്നെ കഫക്കെട്ട് വിട്ടുമാറാത്തവർക്ക്, എപ്പോഴും കഫക്കെട്ട്, ത്രോട്ട് ഇൻഫെക്ഷൻ, അങ്ങനെയുള്ളവർക്കും ഈ പറഞ്ഞ മാതിരി സ്മെല്ല് പോവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ എപ്പോഴും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അതിൻ്റെതായ രീതിക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്താലേ മാറുള്ളൂ. പിന്നെ അല്ലാത്തവർക്ക് മൗത്ത് വാഷസ് കുറേ വാങ്ങാൻ കിട്ടും, അത് യൂസ് ചെയ്ത് സ്മെല്ല് കളയാം. പിന്നെ ഇടയ്ക്ക് ഉപ്പുവെള്ളമൊക്കെ ഉപയോഗിച്ച് വായൊക്കെ ഒന്ന് കഴുകുക. പിന്നെ നമ്മൾ മാക്സിമം 2 നേരം നമ്മൾ പല്ലേക്കാൻ ശ്രമിക്കുക. അത് നമ്മുടെ വായനാറ്റം കുറയ്ക്കാൻ സഹായിക്കും. അതേപോലെ നാക്ക് പിടിക്കാൻ വർക്ക്. പിന്നെ അതുപോലെ ആ കുട്ടി ചോദിച്ചതെന്ന് വെച്ചാൽ പ്രൈവറ്റ് പാർട്ടിൽ ഉണ്ടാകുന്ന ഡാർക്ക്നെസ്, ഇറിറ്റേഷൻ.
പിന്നെ ഡാർക്ക്നെസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് നോർമലാണ്. നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഒരു കളറ് ഒരു പ്രായം കഴിഞ്ഞാൽ ആ കളർ താനേ വരും. ഇപ്പോൾ ജനിക്കുന്ന പോലത്തെ ഒരു കളറായിരിക്കില്ല. നമ്മളൊരു പ്രായം കഴിഞ്ഞ് നമ്മളെ ഗേൾസിനാണെങ്കിൽ ഒരു 10, 12, 13 വയസ്സ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പീരീഡ്സ് ഒക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളുടെ ആ ഒരു ജനിച്ച് വിടുന്ന ആ ചെറുപ്പത്തിലെ കളറായിരിക്കില്ല. അത് ഹോർമോണൽ ചേഞ്ച് കാരണം വരുന്നതാണ്. അതൊരു പ്രായം കഴിയുമ്പോൾ കളറ് മാറി മാറി വരും. ചിലപ്പോൾ ഡാർക്ക് പിങ്ക് ആയിരിക്കും, പർപ്പിളിഷ് കളറായിരിക്കും, പിന്നെ ഒരു ഡാർക്ക് ബ്രൗൺ, പലർക്കും പല കളറാണ്. അത് നമ്മുടെ നോർമലാണ്. അപ്പോൾ അതൊക്കെ നോർമലാണ്. അതിന് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. പിന്നെ ചെയ്യാനായിട്ട് കുറേ ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളും പാർലറിലും സ്കിന്നിൻ്റെ കാര്യങ്ങളായിട്ടുള്ള അതിൻ്റേതായ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ അതിൻ്റേതായ ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ച് കഴിഞ്ഞാൽ അതിൻ്റേതായ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ട്രീറ്റ്മെൻറ്റ് എടുത്ത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അത് നമുക്ക് നമ്മുടെ ശരീരത്തിൽ നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. സോ ഇനി അത് മാറ്റണം എന്നുള്ളവർക്ക് അതിൻ്റേതായ പ്രൊഡക്ട്സ് ഓൺലൈനിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളുണ്ട്, കെമിക്കൽ പ്രോഡക്ട്സ് ഉണ്ട്. ഇഷ്ടംപോലെ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. അതിനെക്കുറിച്ച് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്യാറില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ അതാണ് പറയാത്തത്. എനിക്ക് അങ്ങനത്തെ പരിപാടി അത്ര താല്പര്യമില്ലാത്ത ഒരാളാണ്. നമ്മളത് നോർമലാണ് നമ്മുടെ ശരീരത്തിൽ. അപ്പോൾ നമുക്കത് പ്രത്യേകിച്ച് മാറ്റി കളയേണ്ട ആവശ്യമില്ല. കാരണം ഒരു വിധം ബോധമുള്ളവർക്ക് അറിയാം അത് നോർമലാണ്. പിന്നെ നമുക്ക് നാച്ചുറലായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഞാൻ നാച്ചുറലായിട്ട് ചെയ്യാറൊക്കെ ഇല്ല, ഞാൻ പറയുന്നില്ല. നാച്ചുറലായിട്ട് ചെയ്യാനാണെങ്കിൽ നമുക്ക് മഞ്ഞൾ, അതുപോലെ തന്നെ മുൾട്ടാണിമിട്ടി, കടലമാവ്, അങ്ങനെ കോഫി പൗഡർ, അങ്ങനെ കുറേ കാര്യങ്ങൾ യൂസ് ചെയ്ത് നമുക്ക് ഇതൊക്കെ കുറയ്ക്കാവുന്നതാണ്. ഒരുവിധം അതിൻ്റേതായ പാക്കും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്ത് നമുക്ക് DIY ചെയ്ത് ചെയ്യാവുന്ന ഒരു പിന്നെ എന്താ പറയുക. ഇപ്പം ഈ ഒരു ഡാർക്ക്നെസ് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസ്ട്രജൻ്റെ അളവ് നമ്മളുടെ ശരീരത്തിൽ കൂടിയാൽ വരാം. പിന്നെ നമ്മുടെ ശരീരത്തിൽ മെലാനിൻ്റെ അളവ് കൂടുമ്പോൾ വരും. അതുപോലെ തന്നെ നമ്മളിപ്പം എന്താണ് നമ്മളുടെ ഫ്രിക്ഷൻ, ഇറിറ്റേഷൻ കാരണമൊക്കെ നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഫ്രിക്ഷൻ അങ്ങനെയൊക്കെ വരുമ്പോഴും നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ അവിടെ നമ്മുടെ മെലാനിൻ്റെ അളവ്, കാരണം അവിടെ ബ്ലഡ് ഫ്ലോ കൂടുമ്പോൾ മെലാനിൻ്റെ അളവ് ബിൽഡപ്പ് ആവും തോറും നമുക്ക് ഈ പറഞ്ഞ പോലെ ഡാർക്ക്നെസ്സും കാര്യങ്ങളൊക്കെ കൂടും. പിന്നെ അതുപോലെ അങ്ങനെ കുറച്ച് ഹോർമോണൽ ചേഞ്ച് കാരണം നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് കളയേണ്ട ആവശ്യമില്ല, ഇത് നോർമലാണ്. ബട്ട് നിങ്ങൾക്കിത് കളഞ്ഞേ പറ്റൂ, ഞങ്ങൾക്ക് ഡാർക്ക്നെസ് ഒട്ടും വേണ്ട എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ കെമിക്കൽ പ്രൊഡക്ട്സിൽ നാച്ചുറലായിട്ട് ചെയ്യാം. നാച്ചുറലായിട്ട് ചെയ്യുമ്പോൾ കൂടുതൽ ഇഫക്റ്റ് കെമിക്കൽ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെതായ ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളും പാർലേഴ്സും കാര്യങ്ങളും സ്കിൻ ഡോക്ടേഴ്സിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റേതായ രീതിക്ക് അത് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ പോകാം. അപ്പോൾ ഇതിനെക്കുറിച്ച് വലുതായിട്ടൊന്നും എനിക്ക് പറയാനറിയില്ല. പിന്നെന്താ ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടുത്തെ ആ ഒരു സ്മെല്ലും ഡാർക്ക്നെസ് പോകാൻ വേണ്ടി ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു കഷത്തെ ഡാർക്ക്നെസ് ഒക്കെ പോകാൻ വേണ്ടി ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 2-3 പാക്കുകൾ മാറി മാറി യൂസ് ചെയ്യും. മുൾട്ടാണിമിട്ടി റോസ് വാട്ടർ യൂസ് ചെയ്യാറുണ്ട്, മഞ്ഞൾ പ്ലസ് കടലമാവ് യൂസ് ചെയ്യാറുണ്ട്, തൈര് മിക്സ് ചെയ്തിട്ട്. പിന്നെ അതുപോലെ പേസ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ വൈറ്റ് കളർ പേസ്റ്റ് ചെറുനാരങ്ങയിൽ തേച്ചിട്ട് ഉപ്പിൽ മുക്കിയിട്ട് ഞാൻ സ്ക്രബ് ചെയ്ത് കൊടുക്കാറുണ്ട്. സംടൈംസ് കോഫി പൗഡറിലൊക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ എനിക്ക് ഇഫക്റ്റ് ആവാറുണ്ട്. പക്ഷേ നമ്മളിത് ഒരു വട്ടം ചെയ്താൽ പോയാൽ നമ്മൾ വീക്ക്ലി വൺസ് ഒക്കെ ചെയ്യണം, മാറി മാറി ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ വേറെ ഒരു സ്ഥലത്ത് ഞാനൊന്നും ചെയ്യാറില്ല, കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ആവശ്യമില്ല. നോർമലാണ്. നമ്മൾ വൃത്തിക്കും വെടുപ്പിനും സ്മെല്ലില്ലാതെ വൃത്തിക്കും വെടുപ്പിനും സൂക്ഷിക്കുക, ഹെൽത്ത് എന്ന ബോഡി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കി നമ്മൾ അടുത്ത് പോകുമ്പോൾ ആരും ബാഡ് സ്മെല്ല് വരുന്നത് അങ്ങനെ പറയരുത്. അതാണ് നമുക്ക് മെയിനായിട്ടുള്ള കാര്യം. പിന്നെ ഇപ്പം ഈ പറഞ്ഞ മാതിരി ഇപ്പോൾ ഡാർക്ക്നെസ്സിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ ഇറിറ്റേഷൻ്റെ കാര്യം എന്താണെന്ന് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറിറ്റേഷൻ നമ്മൾ ഈ പറഞ്ഞ മാതിരി വൃത്തിക്കും വെടുപ്പിനും സൂക്ഷിക്കാത്തവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാവും. പിന്നെ അതുപോലെ ടൈറ്റ് ക്ലോത്ത് യൂസ് ചെയ്യുന്നവർക്ക്, അതുപോലെ ലൂസ് എന്താ പറയുക ടൈറ്റായിട്ട് ഇങ്ങനെ ഇറുകി പിടിച്ച് എപ്പോഴും ഇട്ട് നടക്കുന്നവരുണ്ടാവുമല്ലോ അവർക്ക്. ഇപ്പം ചിലവരുണ്ട് കെമിക്കൽ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നവരുണ്ട്, പെർഫ്യൂംസ്, ക്രീംസ്, കളർ മാറാൻ വേണ്ടിയിട്ട്, അവിടെ സ്മെല്ല് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ BFൻ്റെ കൂടെ അല്ലെങ്കിൽ GFൻ്റെ കൂടെ കറങ്ങാൻ പോകുമ്പോൾ സ്പ്രേ എടുത്തടിക്കുന്നവരുണ്ട്. ഇത് ഉണ്ട് ഉള്ളതാണ്. അതുപോലെ അവർ കാണുമ്പോൾ എന്ത് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വരുമ്പോൾ കാണുമ്പോൾ എന്താ അപ്പോൾ അതിന് വേണ്ടി കെമിക്കൽ പ്രൊഡക്ട്സ് കാണിച്ച് യൂസ് ചെയ്യുന്നവർ, അങ്ങനെ പല രീതിക്കുമുണ്ട്. അങ്ങനെ കെമിക്കലായിട്ട് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നവർക്ക് ഇറിറ്റേഷൻ മസ്റ്റ് ആയിരിക്കും, ഉറപ്പായിട്ടുണ്ടാവും, അവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ വൃത്തിക്കും വെടുപ്പിനും സൂക്ഷിക്കാണ്ട് ബാക്ടീരിയൽ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ വരുന്നവർക്ക് ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് കുറയ്ക്കാൻ ശ്രമിക്കുക, ഈ കെമിക്കൽ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നതൊക്കെ കുറയ്ക്കുക. പിന്നെ അതുപോലെ ഇടയ്ക്കൊക്കെ നമ്മൾ ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ഒന്ന് കഴുകുന്നത്, വാഷ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ നല്ലതാണ്. പിന്നെ നമുക്ക് എന്തു ചെയ്തിട്ട് ഒന്നും മാറുന്നില്ല എന്ന് നമ്മൾ എന്തായാലും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക. അവർ അതിൻ്റേതായ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ ആ വഴിയിലൂടെ പോയാൽ അത് മാറി കിട്ടും. ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് വിവരിക്കാനൊന്നും അറിയില്ല. അപ്പോൾ ഇത് ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. എന്താ പറയുക, അപ്പോൾ ഇതുപോലെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ ഇതിലെന്തെങ്കിലും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ റിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത്രേ അറിയുള്ളൂ കേട്ടോ എനിക്ക്. എനിക്കറിയാവുന്ന ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്താ പറയുക, ഇതുപോലെ അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്ന ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.